വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇട്ട് കൊടുക്കാൻ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകണ്ട. ജീരകമൊക്കെ ചെറുതായി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് അരയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് സവാളൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലൻ്റെ ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 20 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ 400 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ പൊരിക്കാതെ അങ്ങനെ തന്നെ പനീർ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഗ്രേവിയിൽ ഇട്ടാലും മതി. പൊരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് പൊരിച്ചിട്ടിടുന്നത്. നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പനീറൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പരട്ടി വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, നല്ലോണം മൊരിയൊന്നും വേണ്ട. മസാലൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി.
പനീർ മൊരിച്ചിലൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പനീർ പൊരിച്ച് കോരിയിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് ഒരു പീസ് പട്ടി, 3 ഏലക്കായും 3 ഗ്രാമ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാല ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ മിക്സിയിൽ കുറച്ച് മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കസൂർ മേത്തിയാണ്. കസൂർ മേത്തി ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചൂടാറിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് അങ്ങനെ പൊടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ വല്ല ഇലൻ്റെ ഒക്കെ കുറച്ച് വലിയ തണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിയിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പനീർ ബട്ടർ മസാല സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പനീർ വെച്ചിട്ട് മുന്നേ ഡ്രാഗൺ പനീറിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.